ഹായ് ഗായ്സ്, വെൽക്കം ടു എ ന്യൂ മോർണിംഗ് വ്ളോഗ്. രാവിലെ എണീറ്റ ഉടനെയുള്ള വീഡിയോ അല്ല. എന്നിട്ട് ഞാൻ പുട്ടുണ്ടാക്കി കുറച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ പുട്ട് റെഡിയായി സ്റ്റീം ചെയ്ത് ഓൾ സെറ്റായിട്ടിരിക്കുവാണ്. ഇനി കടലക്കറി ഉണ്ടാക്കണം. കടല വേവിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ അത് സിമ്പിളാണല്ലോ. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടല വേവിച്ച് വെക്കും, എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ പറയുന്ന പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചില്ലി പൗഡർ, ഇത്രയും ഇട്ടിട്ട് അങ്ങ് ജസ്റ്റ് മൂപ്പിച്ച് എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് കടല ഇടുക ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ യൂഷ്വലി കടലക്കറി ഉണ്ടാക്കാറ്. അല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കടലക്കറി ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല. പിന്നെ കടല വേവിക്കാൻ നേരം സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഞാൻ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് വേവിക്കാറ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കറി വെച്ച് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. തേജുകുട്ടി അപ്പോഴേക്കും റെഡിയായി കുളിച്ച് ഫ്രഷായിട്ട് ആളും എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവളുടെ ഈ ടോയ്സ് എല്ലാം എടുത്ത് അവളുടെ തേജുവിൻ്റെ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോയി രാവിലെ തന്നെ എടുത്തത് കൊണ്ടുവന്ന് താഴെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾക്ക് കളിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഇവിടെ ഇരിക്കണം എന്നുള്ളതാണ് ആൾ പറയണത് കേട്ടോ. അപ്പം ഞാൻ മീൻവൈൽ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സുജേട്ടൻ അവിടെ കുളിക്കുന്നുണ്ട്. എല്ലാവരും രാവിലത്തെ ഒരു ഫ്രഷപ്പ് ടൈമിലാണ് ഈ കാണുന്നത് മുഴുവൻ. കറിയൊന്ന് വറ്റി വരുമ്പോഴേക്കും എൻ്റെ ചെടികൾക്ക് കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചേ. ഇതെല്ലാം കുറച്ച് നാളുകളായിട്ട് ഞാൻ സംരക്ഷിച്ചു വരുന്ന എൻ്റെ ഇൻഡോർ ചെടികളാണ് കേട്ടോ. കുറച്ച് മണി പ്ലാന്റ്സ് ആണ്. മണി പ്ലാന്റ്സ് വളർന്ന് നിൽക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. എനിക്ക് മാത്രം തോന്നണാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മണി പ്ലാന്റിനോട് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴത്തെ മണി പ്ലാന്റ് വെച്ചാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഇതിങ്ങനെ വാല് പോലെ ഇങ്ങനെ പടർന്ന് കിടക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഇച്ചിരി ബുഷിയായിട്ട് നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്ന കാണാനാണ് ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ചെടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മണി പ്ലാന്റിന് എപ്പോഴും ഇതിന് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. റെഗുലറായിട്ട് സ്പ്രേ ചെയ്തില്ലെങ്കിലും ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി ഇതിന്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം മണി പ്ലാന്റിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തേജു പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് തരാം. അപ്പോൾ ഞാൻ ട്രൈപോഡിൽ നിന്ന് വീഡിയോ ഫോൺ എടുത്തിട്ട് അവളുടെ കൈ കൊടുത്തിട്ട് അവൾ എൻ്റെ പുറകെ നടന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. എൻ്റെ CC പ്ലാന്റ് ആണ് ഇപ്പോൾ കണ്ടത്. ഇത് ഒരു പാം ട്രീ ആണ്. പക്ഷേ ഇതിൻ്റെ ലീഫ് കുറച്ച് കരിഞ്ഞു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിന് കുറച്ച് വളക്കുറവുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ കടലക്കറി ഓൾമോസ്റ്റ് സെറ്റായി. തേജ് നല്ലപോലെ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ കിച്ചൺ വർക്കൊക്കെ ഏകദേശം ഒതുങ്ങിയപ്പം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. ചെടികളെയൊക്കെ ഒന്ന് നോക്കണം, പരിസരമൊക്കെ ഒന്ന് നോക്കണം. മഴയൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്ക്. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയതാണേ. ചെടികൾ കണ്ടു ഗൈസ്. പനിക്കൂർക്ക ഇതൊക്കെ ഇന്ന് വൈകിട്ട് നമുക്കിതൊക്കെ ഒന്ന് ട്രിം ചെയ്യണം. കുറേ വലുതായി. ഇതെന്താണ് ഇങ്ങനെ ചരിഞ്ഞ് വളരണേന്നറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കുരുമുളക് ചെടിയാണ്. 10
മണിച്ചെടി എങ്ങനെയുണ്ട്? സുന്ദരികളല്ലേ? ഇത് നമുക്കിന്ന് കട്ട് ചെയ്ത് വേറെ ചട്ടികളിലോട്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. ഇതാണ് എൻ്റെ കുറച്ച് മാസങ്ങളുടെ ചെടികൾ. ഹായ് ഹായ്, എസ്തെറ്റിക് സിമ്പിൾ ഉണ്ടല്ലോ കവളിൽ. ഇതൊരു എസ്തെറ്റിക് ചെടിയായിരുന്നു, പക്ഷെ ഇത് പോയി. ഇതൊരു ചീത്ത ചെടിയായിരുന്നു, ഇത് നല്ലതായിരുന്നപ്പോൾ. ഇപ്പം അത് നല്ലതായി, ഇത് ചീത്തയായി. അങ്ങനെ സിജേട്ടൻ വേഗം കഴിച്ച് വർക്കിലോട്ട് പോയി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ആടിപ്പാടിയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ഉച്ചക്കലത്തെ പണി. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ തലേ ദിവസം രാത്രി ഫുൾ വാക്വമൊക്കെ ചെയ്ത് അടിച്ച് തുടച്ചിട്ടേക്കുന്ന വീടാണ്. പക്ഷെ രാവിലെ എണീക്കുമ്പം എവിടെന്നെങ്കിലും കുറച്ചൊക്കെ പൊടിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം. ജസ്റ്റ് ഒന്ന് അടിച്ചങ്ങ് മാറ്റും, അത്രേ ഉള്ളൂ. അത് ചെയ്യണം. അതോടുകൂടി നമ്മുടെ മോർണിംഗ് വർക്കൊക്കെ കഴിയും. പിന്നെ ദേ പാത്രം കഴുകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതൊന്നും എനിക്കൊരു ബേർഡനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. പണ്ട് കുറേ പേരുണ്ടായിരിക്കുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് പണിയുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങളിങ്ങോട്ട് മാറിയപ്പം ഒരുപാട് പണിയൊന്നുമില്ല, ഉള്ളത് നല്ല എൻജോയ് ചെയ്ത് ചെയ്യുവാണ്. കാരണം നീറ്റാക്കി ഇടുന്ന സ്ഥലങ്ങൾ എപ്പോഴും നീറ്റായി തന്നെ കിടക്കുന്നു. അല്ലാണ്ട് അതങ്ങനെ എപ്പോഴും നീറ്റാക്കേണ്ടി വരില്ലോ. അത് ആരും അലമ്പാക്കാനില്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും കല്യാണമൊക്കെ കഴിച്ച് ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് മാറി നിന്ന്
ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും കേട്ടോ. ബിക്കോസ് നമുക്ക് ഒരു പേഴ്സണൽ എൻജോയ്മെൻറ്റ്, നമ്മുടെ ഉള്ളിലൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ കിട്ടാനായിട്ട് അതാണ് ഏറ്റവും നല്ല ഒരു വഴി. പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ സ്ലാബ് ഒന്ന് തുടച്ചിടണം. ഞാൻ എപ്പോഴും ഒരു ലോഷൻ ഉപയോഗിച്ച് തുടയ്ക്കാറുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയുള്ള എല്ലാ ലോഷൻസും, അത് വാഷിംഗ് ലോഷൻ ആയാലും പ്ലേറ്റ് വാഷിംഗ് ആയാലും എന്താണെങ്കിലും, ഡിഷ് വാഷ് ആണെങ്കിലും എല്ലാത്തിനും ഞാൻ എൻഷീൽഡിൽ നിന്നാണ് എല്ലാ ഈ സോപ്പ് ഐറ്റംസ് മുഴുവൻ വാങ്ങിക്കുന്നത്. അവിടെ ഒരു 999 ഒരു ഓഫർ എപ്പോഴും ഉണ്ടാവാറുണ്ട്. 999 നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും. ഹാൻഡ് വാഷ്, ഇതേപോലെയുള്ള ലോഷൻസ്, ബാത്റൂം ലോഷൻ, ടോയ്ലറ്റ് ക്ലീനർ, അങ്ങനെ ഒരു സെറ്റ് സാധനങ്ങൾ കിട്ടും. കുറേ നാളുകളിലേക്ക്, ഒരു 3 months 4 months എങ്ങനെയും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്ര അടിപൊളിയാണ്. എനിക്ക് പ്രോഡക്റ്റും നല്ല ഇഷ്ടമായി. പിന്നെ അവരുടെ ബോട്ടിലിൻ്റെ ഒരു പ്രശ്നം തോന്നിയായിരുന്നു. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. എനിവേയ്സ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആ ലോഷൻ ഉപയോഗിച്ച് എല്ലായിടവും ഒന്ന് നീറ്റാക്കി ഇടും, ഡൈനിങ് ടേബിൾ, കൗണ്ടർ ടോപ്പ് എല്ലാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്മെല്ല് എപ്പോഴും നമ്മുടെ കിച്ചണിൽ ആ ഒരു നമ്മൾ കറിയൊക്കെ വെക്കുന്നതിൻ്റെ ആ ഒരു ഫൗൾ സ്മെല്ലില്ലാതെ എപ്പോഴും നല്ല പ്ലസൻറ്റ് സ്മെല്ലിൽ ഇരിക്കാനായിട്ട് സഹായിക്കും.
ഓൾമോസ്റ്റ് മോർണിംഗ് വർക്കുകളൊക്കെ നമുക്കൊരു 10-10:30 എല്ലാനും അവസാനിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ചിറ്റാറ്റൊക്കെ ചെയ്ത് ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഞങ്ങളുടെ സ്മോൾ ഫാമിലിയിലെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ, എൻ്റെ വീഡിയോസ് കണ്ടിഷ്ടപ്പെടുന്നവർ എന്നെ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കോമെൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ അൺടിൽ നെക്സ്റ്റ് വീഡിയോ, see you, bye bye.